മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളൊക്കെ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 15 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് യേശയ്യാ പ്രവാചകൻ ഈശോയെ പറ്റി എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അതിങ്ങനെയാണ്: എന്റെ ആത്മാവ് പ്രസാദിച്ച ദാസൻ ഇതാ, അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. ആത്മാവ് പ്രസാദിച്ചവന്റെ വിശേഷണമാണ് ഇവിടെ കാണുന്നത്. അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കില്ല, പുകഞ്ഞ തിരി കെടുത്തില്ല. പ്രിയപ്പെട്ടവരെ, ഈശോ ആത്മാവ് നിറഞ്ഞവനായിരുന്നു. ആത്മാവ് നിറഞ്ഞ ഈശോ ഒരിക്കലും ചതഞ്ഞവരെ, ജീവിതത്തിൽ ഞെരുക്കപ്പെടുന്നവരെ, ജീവിതത്തിലെ വേദനകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും കടന്നു പോകുന്നവരെ, ജീവിതത്തിൽ ഒറ്റയ്ക്കായവരെ ഒടിയാനായിട്ട് വിട്ടുകൊടുക്കില്ല എന്ന്. അവരുടെ ജീവിതം തകരാനായിട്ട് ഈശോ വിട്ടുകൊടുക്കില്ല. അതുപോലെ തന്നെ പുകഞ്ഞ തിരി കെടുത്തുകയില്ല. പുകഞ്ഞ തിരി കെടുത്തുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രത്യാശയുടെ വെട്ടം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് കൈവിടുകയില്ല. ഇന്ന് ഈ പ്രഭാതത്തിൽ ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരുപക്ഷെ വേദനയിലൂടെ, ഞെരുക്കങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ കടന്നുപോയി പ്രത്യാശയുടെ വെട്ടം അണഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം. തിരിച്ചറിയുക, കർത്താവ് നിന്നെ കൈവിടിയട. കർത്താവ് നിന്നെ തൊടും, കർത്താവ് നിന്നെ ആശീർവദിക്കും, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. കാരണം കർത്താവ് എപ്പോഴും ചതഞ്ഞവരുടെ കൂടെയും അണഞ്ഞു പോകാനായിട്ട് തുടങ്ങുന്നവരുടെ കൂടെയുമാണ്. അവൻ അവരെ കൈവിടുകയില്ല. ഇതുപോലെ ഈ വിശേഷണം നമ്മളെക്കുറിച്ചും പറയണം. ആത്മാവിന്റെ നിറവ് നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: നമ്മൾ മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരുന്നവരാണോ? മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരാണോ? നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്നുണ്ടോ? കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും, സങ്കടങ്ങളെയും, ദുഃഖങ്ങളെയും എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ ദുഃഖങ്ങളിലേക്കും വേദനകളിലേക്കും ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കണമേ. ഈശോയെ, പ്രത്യാശ നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ഇന്നത്തെ അധ്വാനങ്ങളിൽ നിന്ന്, പഠനങ്ങളിൽ നിന്ന്, അവർ പോകുന്ന വഴികളിൽ നിന്ന്, ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയുടെ ഉപദ്രവങ്ങളും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.